മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിനെതിരെ വിമർശനവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണെന്ന് വി മുരളീധരൻ ചോദിക്കുന്നു. ആരാണ് സ്പോൺസർ എന്ന് വ്യക്തമാക്കണം. ജനങ്ങൾ ചൂടിൽ മരിക്കുമ്പോൾ പിണറായി കുടുംബവുമായി ബീച്ച് ടൂറിസം ആസ്വദിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചു. അനുമതി നിഷേധിക്കാൻ വിദേശകാര്യ വകുപ്പിന് അധികാരമില്ല. കാരണം നമ്മൾ ഒരൊറ്റ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. വിദേശ യാത്രക്ക് ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്ന ആളുകൾ യാത്ര ചെയ്യാൻ അനുമതി വാങ്ങുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ പറയും. ഒന്ന്, ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയോ ചെയ്യാൻ പാടില്ല. ഇന്ത്യയും സന്ദർശിക്കുന്ന രാജ്യവും തമ്മിലുള്ള ബന്ധം മോശമാകുന്ന തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയോ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയോ ചെയ്യാൻ പാടില്ല. ഇത് ഒഴിച്ച് ബാക്കി അവർ വ്യക്തിപരമായിട്ട് ഒരാൾ പോകുന്നതിന് കേന്ദ്ര സർക്കാരിന് തടയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചോദ്യം നിങ്ങളെന്താ ചോദിക്കാത്തതെന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളാരും നിങ്ങളുടെ രാത്രിയത്തെ ചർച്ചകളിൽ ആ ചർച്ചകളിലൊന്നും ഈ വിഷയം എടുത്തതായിട്ട് ഞാൻ കണ്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കേട്ടിട്ടുണ്ട്, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിക്കുക. ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിക്കുക എന്ന് പറയുന്ന ചൊല്ല് അത് അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഇന്നലെ വി ഡി സതീശൻ. കാരണം ഈ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ വി ഡി സതീശൻ താല്പര്യം കാണിച്ചില്ല. കുഴൽനാടൻ ഈ വിഷയം ഉന്നയിച്ചു. എനിക്ക് തോന്നുന്നു അന്നേ സതീശൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇവനെ കൊണ്ട് തന്നെ ഞാനിത് ഇറക്കിപ്പിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ കുഴൽനാടൻ ചോദിച്ചു, കൈക്കൂലി വാങ്ങിയ പണത്തിന് GST അടച്ചിട്ടുണ്ടോയെന്ന്. അതൊരു ചോദ്യമാണ്. GST അടച്ചു വന്നിരിക്കട്ടെ, കൈക്കൂലി വാങ്ങിയ പണം നിയമപരമായിട്ടുള്ള പണമായിട്ട് മാറുമോ? GST അടച്ചതുകൊണ്ട് വരുമാനം നിയമപരമായിട്ടുള്ളതാവുന്നില്ല. വരുമാനത്തിൻ്റെ നികുതി അടച്ചു എന്നേ ഉള്ളൂ. വരുമാനം യഥാർത്ഥത്തിൽ നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതാണോ അല്ലയോ എന്ന് അന്വേഷിക്കാൻ അപ്പോഴും സാധിക്കും. അതും കഴിഞ്ഞിട്ട് ഒരു രേഖയുമില്ലാതെ വിജിലൻസിൻ്റെ മുൻപാകെ പോയിട്ട് അത് തള്ളിപ്പിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു ക്ലീൻ ചിറ്റ് കൊടുപ്പിക്കാൻ, അതിന് സഹകരണാത്മക പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ടാണോ അതോ ഇനി കുഴൽനാടനും നേരിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് എത്തിയോ എനിക്കറിയില്ല.